ഓഗസ്റ്റ് മാസം 15-ാം തീയതി ബെഥനി ആശ്രമം സ്ഥാപിതമായ ദിനമാണ്. ബഥാന്യരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനം. കൂടാതെ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് തിരുനാളും ഭാരത സ്വാതന്ത്ര്യദിനവും. മാർ യോഹന്നാനീസ് പിതാവ് എന്തിനാണ് ഒരാശ്രമ സംവിധാനം രൂപം നൽകിയത്? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിതാവ് തന്നെ അതിന് ഉത്തരം നൽകുന്നു. ആദർശത്തിൽ ഐക്യരൂപം ഉണ്ടായിരിക്കുകയും ജീവിതചര്യയിൽ ദൃഢപ്രതിജ്ഞയുള്ളവരുമായ ആളുകളെ കിട്ടിയെങ്കിൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അതിന് ഏറ്റവും അഭികാമ്യം സന്യാസ ആശ്രമം ആകുന്നു. സുറിയാനി സമുദായത്തിന് യഥാർത്ഥമായ ഉന്നതിയും സുവിശേഷ വേലയ്ക്ക് ഫലപ്രാപ്തിയും ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സന്യാസ ജീവിതക്രമം അത്യന്താപേക്ഷിതമാണ്. സന്യാസത്തിൻ്റെ ആന്തരികത ധാരാളം പേർക്ക് ആത്മീയ ഉണർവിന് കാരണമാകും. ബെഥനി ആശ്രമം 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച് മുന്നേറുമ്പോൾ ആശ്രമ സംവിധാനത്തിൻ്റെ ശക്തി എന്നത് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞ വാക്യം അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഓർമ്മിക്കാം. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ. ബെഥനി ആശ്രമത്തിൻ്റെ ശക്തി എന്നത് ദൈവകൃപയുടെ നിറവാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാകുന്നു. വെല്ലുവിളികളുടെ നാളുകളിൽ ബഥാന്യർ തളരാതെ മുന്നോട്ട് പോകുവാൻ വേണ്ടത് ദൈവകൃപ മാത്രമാണ്. ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരത സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ബെഥനി സ്ഥാപന ദിനത്തിൻ്റെയും ആശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു.